അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ ദേവൻ ഭാവനയുടെ വീട്ടിലെത്താണ്. ദേവൻ വരുന്നതും കണ്ട് ഭാവന മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ട്ടോ. അങ്കിളെ എന്താ അങ്കിളെ ഇത്ര രാവിലെ തന്നെ? നമ്മുടെ നാടകം അവസാനിപ്പിക്കാനുള്ള സമയമായ മോളെ. ഇനി ഇത് അധികം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. ഇങ്ങനെ പറയട്ടെ ദേവൻ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, എങ്കിൽ അങ്കിൾ അകത്തേക്ക് വാ. വേണ്ട മോളെ, എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകാനുണ്ട്. അപ്പോൾ തന്നെ സൂര്യയും അവിടെ എത്താണ്. അച്ഛാ, എന്തു പറ്റി ഇത്ര രാവിലെ തന്നെ? മോനെ, നമ്മുടെ ഈ ഒളിച്ചുകളി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഞാനും അങ്ങനെ പറഞ്ഞിട്ടുള്ള അച്ഛാ. എനിക്ക് ആ സുനിലിനെ ഒന്ന് കാണണം, അവനെ അവിടെ നിന്നും ഒഴിവാക്കണം എന്ന് പറയാണ്. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, മോനെ എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട, വളരെ തന്ത്രപൂർവ്വം വേണം നമ്മൾ അവനെ ആ വീട്ടിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. എന്തിനാച്ചാ നമ്മൾ അവനെ പേടിക്കുന്നത് എന്ന് പറയാട്ടോ സൂര്യ. നമ്മൾ അവനെയല്ല മോനെ പേടിക്കുന്നത്, ഈ സമൂഹത്തെയാണ്. എന്തായാലും മാനസ് വന്നു കയറിയ ശേഷം ഓരോ പ്രശ്നങ്ങളാണ്. അത് എങ്ങനെയെങ്കിലും ഒരു ദിവസം അവസാനിപ്പിക്കേണ്ടേ? മാനസ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന് ഇപ്പോൾ അതിലും വലിയൊരു പ്രശ്നമായി തീർന്നിരിക്കുകയാണ്. ഈ കേസ് വനിതാ കമ്മീഷൻ മുന്നേ വരെ എത്തിയതാണ്. ഇതുവരെ അത് പബ്ലിക് അറിയാതെ നമ്മൾ നോക്കി. ഇനി അവസാനം കൊണ്ടുപോയി കലമുടക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ബുദ്ധിപൂർവ്വം നീങ്ങാം. നിങ്ങൾ രണ്ടുപേരും വേഗം പോയി ഫ്രഷ് ആയി വാ. ഞാൻ നിന്റെ കാല് പിടിച്ച് നിന്നെ തിരിച്ചു കൊണ്ടുപോകാൻ വന്നതല്ലേ, അതുകൊണ്ട് എന്റെ കൂടെ തന്നെ അങ്ങ് വന്നേക്ക് എന്ന് പറയാണ്. എങ്കിൽ അച്ഛൻ അകത്തേക്ക് വാ എന്ന് പറയാൻ ഇല്ല മോനെ, ഞാൻ അവിടെ ടൗണിലുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ വന്നാൽ മതി, അവിടെ നിന്ന് നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയാൻ ട്ടോ. അങ്ങനെ ഓക്കെ എന്ന് പറയാൻ സൂര്യയും ഭാവനയും. ശേഷം ദേവൻ അവിടെ നിന്ന് പോവാൻ ട്ടോ. പിന്നീട് കാണിക്കുന്നത് ജാനകിയുടെ ഫോണിലേക്ക് കോള് വരികയാണ് ട്ടോ. അവൾ പപ്പേട്ട എന്ന് പറഞ്ഞ് വിജയപത്മനെ തിരഞ്ഞെടുക്കുകയാണ്. ദേ ഗായത്രി വിളിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ ഫോൺ കൊണ്ട് വിജയപത്മന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നീ ലൗഡിലിട് എന്ന് പറയാൻ ട്ടോ അദ്ദേഹം. അങ്ങനെ അവർ ഫോൺ എടുക്കുകയാണ്. എന്താ ഗായത്രി എന്ന് ചോദിക്കുകയാണ്. ഏട്ടനുണ്ടോ അവിടെ ഏട്ടത്തി എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ട് എന്ന് പറയാൻ ട്ടോ. നിങ്ങൾ രണ്ടുപേരും ഉടൻ തന്നെ വീട്ടിലേക്ക് വരാൻ സാധിക്കുമോ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ചോദിക്കുന്നു, എന്താ ഗായത്രി കാര്യം എന്ന് ജാനകി ചോദിക്കുകയാണ്. അത് എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറയുന്നുണ്ട്, ഭാവനയും സൂര്യയും അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോയി. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ് ജാനകി. അത് ദേവൻ രാവിലെ വന്നിരുന്നു, അവരെ വിളിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. ആ സുനിലുണ്ടല്ലോ അവിടെ, അവിടുത്തെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണണമെങ്കിൽ അവർ രണ്ടുപേരും അവിടെ ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നീ ഞങ്ങളെ അങ്ങോട്ടേക്ക് വിളിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് വിജയപത്മൻ. അല്ല ഏട്ടാ, വേറെ അത്യാവശ്യം ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ വേഗം വാ എന്ന് പറയാൻ ട്ടോ. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം രണ്ടുപേരും അവിടേക്ക് പോകാനും വേണ്ടി റെഡിയാവുകയാണ്. പിന്നീട് ഇടയ്ക്ക് സൂര്യയുടെ വീടാണ്. അവിടെ ദേവന്റെ കാറ് ആദ്യം എത്തുകയാണ് മുറ്റത്ത്. തൊട്ട് പിന്നാലെ തന്നെ സൂര്യയുടെ കാറും എത്തുന്നുണ്ട്. അങ്ങനെ അവർ മൂന്ന് പേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് കയറാൻ ട്ടോ. അകത്തേക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച സുനിൽ ശർമ്മ ഒരു ഫോണിൽ കോമഡി ഒക്കെ കണ്ട് ചിരിക്കുകയാണ്. ഒപ്പം തന്നെ അവന്റെ കാലൊക്കെ ടേബിളിൽ കയറ്റി വെച്ച് നല്ല ഫോമിലിരുന്ന് വീഡിയോ കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് ട്ടോ. ഇത് കണ്ടുകൊണ്ട് അകത്തേക്ക് വരുമ്പോൾ അവർക്ക് ദേഷ്യം വരികയാണ്. മൂന്ന് പേരും മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. അവസാനം സൂര്യ സഹിക്കട്ടെ എടാ എന്ന് വിളിച്ചുകൊണ്ട് സുനിലിന്റെ കോളറിനെ കയറി പിടിക്കാൻ ട്ടോ. സൂര്യ വിട് എന്ന് പറഞ്ഞുകൊണ്ട് ദേവനും ഭാവനയും അവന്റെ കൈ തട്ടി മാറ്റുന്നുണ്ട്. താനാണോ സുനിൽ ശർമ്മ എന്ന് ചോദിക്കാൻ ട്ടോ. അയ്യോ സൂര്യയോ, ഞാൻ കണ്ടിട്ടുണ്ട്, മാനസ എനിക്ക് ഫോണിൽ കാണിച്ചു തന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ചിരിക്കാൻ ട്ടോ സുനിലെ. അങ്ങനെ രണ്ടുപേരും കൂടി സൂര്യയെയും സുനിലിനെയും പിടിച്ചു മാറ്റിയാണ്. അപ്പോൾ സുനിൽ പറയുന്നത്, എന്താ സൂര്യ ഇതൊക്കെ? കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് വീണ്ടും എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ കരുതി സൂര്യ എന്നെ കാണുമ്പോൾ രണ്ടെണ്ണം പൊട്ടിക്കുമെന്ന്. പക്ഷെ എന്റെ പ്രതീക്ഷ സൂര്യ തെറ്റിച്ച് കളഞ്ഞല്ലോ എന്ന് പറയാൻ ട്ടോ. ഇത് കേൾക്കുമ്പോൾ സൂര്യക്ക് ദേഷ്യം വരികയാണ്. ദേ അധികം വാചകം അടിക്കാതെ മര്യാദക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് തനിക്ക് നല്ലത് എന്ന് പറയാണ്. ഇല്ലെങ്കിൽ അരുതാത്തത് വല്ലതുമായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയാൻ. ഈ ബഹളം കേട്ടുകൊണ്ട് മുകളിൽ നിന്ന് ജയയും മാനസും ഇറങ്ങി വരുന്നുണ്ട്. അപ്പുറത്തെ റൂമിൽ നിന്ന് അജയനും പ്രസീതയും ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു ട്ടോ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, അച്ഛാ ഇവൻ ഈ വീട്ടിൽ നിന്നും ഇന്ന് തന്നെ ഇറങ്ങിപ്പോകും. ഇത് കേൾക്കുന്ന സുനിൽ പറയുന്നുണ്ട്, സോറി സൂര്യ, ഞാൻ ഇവിടെ നിന്ന് പോകണമെങ്കിൽ മാനസയും എന്റെ കൂടെ വേണം. എന്നിട്ട് മാനസയെ നോക്കി സൂര്യ ചോദിക്കും, എന്താ മാനസ ഇതൊക്കെ? നിനക്ക് പ്രണയിക്കാൻ ഇവനെ തന്നെ കിട്ടിയോ? ഇവനെ കണ്ടാൽ തന്നെ അറിയാം പക്ക ഫ്രോഡാണെന്ന്. അപ്പോൾ സുനിൽ പറയുന്നത്, സൂര്യ എനിക്കിവിടെ താമസിക്കണമെന്നോ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്നോ ഒരു താല്പര്യവുമില്ല. മാനസയെ എനിക്ക് വേണം, ഇവിടെ ഇല്ലാതെ ഞാൻ ഇവിടെ നിന്നും പോകില്ല. ഇത് കേൾക്കുമ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട്, നിന്നെ ഇവിടെ നിന്നും എങ്ങനെ പുറത്താക്കണമെന്ന് എനിക്കറിയാം, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സുനിൽ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇനി ഇവിടെ നിന്നും ബലം പ്രയോഗിച്ചാണ് പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. ആ നിമിഷം തന്നെ ഞാൻ കേസ് കൊടുക്കും. എന്റെ പെണ്ണിനെ നിങ്ങൾ വീട്ടു തടങ്കലിലാക്കി എന്നായിരിക്കും കേസ്. മാനസ എന്താണെന്നും ഞാനുമായിട്ടുള്ള ബന്ധം എന്താണെന്നും തെളിയിക്കുന്ന വ്യക്തമായിട്ടുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട്. അത്രയും മതി ഏത് കോടതിയും എന്റെ കൂടെ നിൽക്കാൻ. അപ്പോൾ സൂര്യ പറയുന്നത്, മാനസ ഇവൻ പറയുന്നത് നീ കേട്ടല്ലോ, ഇനി ഇവൻ കളിക്കാൻ പോകുന്നത് നിന്റെ ജീവിതം വെച്ചുകൊണ്ടായിരിക്കും. പിന്നീട് സൂര്യ പറയുന്നുണ്ട്, സുനിലെ നീ മാനസയെ എങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇവിടെ മാനസയാണ് നിന്നെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത്. ഇത് കേൾക്കുമ്പോൾ സുനിൽ പറയുന്നുണ്ട്, മതി, മാനസ് തീരുമാനിക്കാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ. എന്നിട്ട് അവളുടെ മുഖത്തെ നോക്കുമ്പോൾ മാനസ പറയുന്നുണ്ട്, എന്റെ തീരുമാനം ഞാൻ എത്ര തവണ സുനിലിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുനിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നു, എന്താ മാനസ ഇതൊക്കെ? നീ എന്താ പെട്ടെന്ന് തീരുമാനങ്ങളാണ് മാറ്റുന്നത്? നിന്റെ പേരിൽ ഈ വീട് ഇഷ്ടദാനമായി തന്നത് കൊണ്ടാണോ? എന്നാൽ നമുക്കിത് വേണ്ട, ഇത് തിരികെ കൊടുത്തേക്ക്. ആവശ്യത്തിലുള്ള സ്വത്ത് എന്റെ അച്ഛനും അമ്മയും എന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോകാം മാനസ, അല്ലാതെ നീയും കുഞ്ഞും വെറുതെ ഈ നാട്ടിൽ കിടന്ന് നിരകിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ മാനസ വീണ്ടും പഴയ തന്നെ പറയാണ്, സുനിൽ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ സുനിലിന്റെ കൂടെ വരില്ല.
എന്റെ വയറ്റിലുള്ള കുഞ്ഞ് സുനിലിന്റെ കുഞ്ഞുമല്ല എന്ന് തന്നെ അവൾ ഉറപ്പിച്ച് പറയാം കേട്ടോ. അപ്പോൾ സൂര്യ പറയുന്നത്, ഡാ, ഒരു പെൺകുട്ടിയുടെ മാനാഭിമാനത്തെയാണ് നീ ചോദ്യം ചെയ്യുന്നത് എന്ന് ഓർക്കണം. അപ്പോൾ സുനിൽ പറയുന്നത്, ഞാൻ ഇതിനിടെ കള്ളം പറഞ്ഞിട്ടില്ല സൂര്യ. മാനസയുടെ വയറ്റിലുള്ള കുഞ്ഞ് എന്റെ കുഞ്ഞാണെന്ന് വ്യക്തമായ തെളിവുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അല്ല എന്ന് മാനസ പറയുന്നതൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇത് കേൾക്കുന്ന മാനസ ആകെ ഷോക്കാവാൻ കേട്ടോ. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, സുനിൽ പറയുന്നതൊക്കെ പച്ച കള്ളമാണ്. മാനസ, ഞാൻ എന്തിന് ഇക്കാര്യത്തിൽ കള്ളം പറയണം? എന്നാൽ ശരി, തന്റെ അച്ഛനും അമ്മയും ഇവിടെയുണ്ടല്ലോ, അവരുടെ തലയിൽ തൊട്ട് തനിക്ക് സത്യം ചെയ്യാൻ പറ്റുമോ? ഞാനും താനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലായിരുന്നു എന്ന്. ഇത് കേൾക്കുന്ന മാനസ ഷോക്കാവുന്നുണ്ട്. അവൾ എന്ത് പറയണമെന്നറിയാതെ പകച്ചു നിൽക്കാൻ കേട്ടോ. ഇത് കേൾക്കുന്ന അജയൻ, ഈശ്വര എന്റെ തല എന്ന് പറഞ്ഞ് തലയും പൊത്തി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് പ്രസീത പിടിച്ചു നിർത്തുകയാണ് കേട്ടോ. അജയേട്ട നിൽക്ക്, എന്താണ് അവർ പറയുന്നത് നോക്കട്ടെ. പിന്നീട് വീണ്ടും സുനിൽ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ വേണ്ട, താൻ ജീവന തുല്യം തന്നെ സ്നേഹിക്കുന്നു എന്ന് താൻ എന്നോട് പറഞ്ഞ തന്റെ ജയനിർമ്മലാന്റിയുടെ തല തൊട്ട് തനിക്ക് സത്യം ചെയ്യാൻ പറ്റുമോ? ഞാൻ താനുമായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ലായിരുന്നു എന്ന്. ഇത് കേൾക്കുമ്പോൾ വീണ്ടും മാനസ ഷോക്കാവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൾ ചുറ്റും നോക്കുന്നുണ്ട് കേട്ടോ. അതേസമയം എല്ലാവരും സൂര്യയും ഭാവനയും ഒക്കെ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവസാനം അവൾ അവിടെ നിന്നും ഒന്നും പറയാതെ മുകളിലേക്ക് ഓടുകയാണ് കേട്ടോ. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുനിൽ പറയുന്നുണ്ട്, കണ്ടില്ലേ, മാനസയുടെ ആ ഹോട്ടലിൽ തന്നെയുണ്ട് ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ദേ, ഈ കുടുംബത്തിലുള്ള സന്തോഷം സമാധാനം കളയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്, എന്റെ സന്തോഷം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. മാനസയാണ് എന്റെ സന്തോഷം സമാധാനവും. വേണമെങ്കിൽ എനിക്ക് 4 ആളെ കൂട്ടി ഈ പ്രശ്നം വലുതാക്കാം. പക്ഷെ ഞാനത് ചെയ്യാത്തത് ഈ കുടുംബത്തെ പബ്ലിക്കിന്റെ മുന്നിൽ പരസ്യപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. മാനസ ഇല്ലാതെ ഞാൻ ഇവിടെ നിന്നും പോകില്ല എന്ന് പറഞ്ഞിട്ട് സുനിലും പോവാണ്ട് അവിടെ നിന്ന്. എല്ലാം കേട്ട് നിൽക്കുന്ന സൂര്യക്ക് ദേഷ്യം സഹിക്കാനാവുന്നില്ല. കേട്ടല്ലോ അമ്മ, ഇതെല്ലാം അമ്മ ഒറ്റൊരുത്തിയാണ് എന്ന് പറയാൻ. അപ്പോഴേക്കും ഭാവന, വാ സൂര്യ എന്ന് പറഞ്ഞ് സൂര്യയുടെ കൈ പിടിച്ച് മുകളിലേക്ക് പോവാണ്. പിന്നീട് ദേവനും ജയയും ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോവാൻ. ജയ ആകട്ടെ എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഹോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ടെൻഷനായിട്ട് നടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മുകളിലെത്തിയ ഭാവന സൂര്യയുമായിട്ട് സംസാരിക്കുകയാണ്. സൂര്യ, ഓരോ ദിവസവും കഴിയുന്തോറും ഇവിടെ പ്രശ്നങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്കാണല്ലോ പോകുന്നത്. ഇപ്പോൾ സുനിൽ എന്ന പുതിയൊരു അവതാരം ഇവിടെ അവതരിച്ചിരിക്കുന്നു. അവനാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പോകാനും കൂട്ടാക്കുന്നില്ല. മറിച്ച് മാനസയുള്ള വിശ്വാസം ഇപ്പോൾ എന്നിൽ കുറഞ്ഞു വരികയാണ് എന്നും പറയാൻ കേട്ടോ ഭാവന. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, അതെ, ഇന്നത്തെ അവരുടെ സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. നമ്മൾ ഇനി അവളുടെ മേൽ അധിക പ്രതീക്ഷ ഒന്നും വെക്കേണ്ട ഭാവന. എല്ലാം അമ്മയായിട്ട് തന്നെ തുടങ്ങി വെച്ചതാണ്. ഇപ്പോൾ അമ്മക്ക് തന്നെ അവൾ നല്ലൊരു പണി കൊടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഭാവനയും പറയുന്നുണ്ട്, അതേ സൂര്യ, ആന്റിയെയും മാനസ ഇപ്പോൾ ചതിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. അവസാനം നമ്മളെല്ലാവരെയും വിഡ്ഢികളാക്കിക്കൊണ്ട് അവൾ സുനിലിനൊപ്പം പോകുമോ? ഇവിടെ സുനിൽ പറയുന്നതാണോ മാനസ പറയുന്നതാണോ സത്യമെന്ന് വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. സുനിലിന്റെ സംസാരം കേട്ടാൽ അവൾ 100% ഉറപ്പിച്ചിട്ടാണ് അവന്റെ കുഞ്ഞാണെന്ന് പറയുന്നത്. എങ്കിൽ മാനസയാണോ അതിനെ എതിർക്കുകയും ചെയ്യുന്നു. പക്ഷെ അവന്റെ ഓരോ ചോദ്യത്തിന് മുന്നിലും അവൾ പതറുന്നുണ്ട്. സൂര്യ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അവളുടെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അവൾ നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ അവസാനം ഒരു വഴിയില്ല എന്ന് വന്നാൽ അവൾ സുനിലിനോടൊപ്പം പോവേണ്ടി തന്നെ വരും എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സൂര്യ എന്ന് പറയുമ്പോൾ സൂര്യൻ പറയുന്നുണ്ട്, എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ, വരുന്നിടച്ച് കാണാം. അമ്മയായിട്ട് എല്ലാം തുടങ്ങി വെച്ചത് തന്നെയല്ലേ. ഇപ്പോൾ അമ്മക്ക് തന്നെ അതൊരു വലിയ പാരയായി വന്നിരിക്കുകയാണ്. ഇതെല്ലാം പോരാഞ്ഞിട്ട് നമ്മളോട് ആരോടും ആലോചിക്കാതെ ഈ വീടും സ്ഥലവും ഇഷ്ടദാനമായി എഴുതി വെക്കുകയും ചെയ്തു. ഇനി എല്ലാം അനുഭവിച്ചറിയണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ഞാൻ എന്തായാലും സൂര്യ മാനസയെ കടന്ന് സംസാരിക്കട്ടെ. അവളുടെ മനസ്സിൽ ഇനിയും അവൾ എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറയാം എന്ന് പറയാണ്. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാമല്ലോ എന്ന് വിചാരിച്ച് ഭാവന മാനസയുടെ അടുത്തേക്ക് പോവുകയാണ്. മാനസയാകട്ടെ ആകെ ടെൻഷനായിട്ട് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം ഡോറിന് അടുത്ത് നിന്ന് വാച്ച് ചെയ്യുന്ന ഭാവനയുടെ ഉള്ളിൽ ദേഷ്യം കൂടുകയാണ്. എന്നിട്ട് അവൾ മാനസയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത്, എന്താ മാനസ ഇതിന്റെ അർത്ഥം? സുനിൽ ചോദിച്ച് ആ ചോദ്യങ്ങൾക്കൊന്നും എന്താ നീ എല്ലാവരുടെ മുന്നിൽ വെച്ച് മറുപടി പറയാതെ ഇങ്ങോട്ട് കയറി വന്നത്? അതുകൊണ്ട് ഞങ്ങൾ എന്താണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? അവൻ പറഞ്ഞതെല്ലാം സത്യമാണ് എന്നല്ലേ? അപ്പോൾ മാനസ പറയുന്നത്, അല്ല ഭാവന, അവൻ എന്നെ കരുതി കൂട്ടി ഇവിടെ നിന്നും ഇറക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവന്റെ മനസ്സിൽ വ്യക്തമായ കണക്കൂട്ടലുകളുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഉള്ള മനസ്സമാധാനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഭാവന ചോദിക്കുന്നത്, അല്പമെങ്കിലും സത്യമില്ലാതെ സുനിൽ ഇങ്ങനെയൊക്കെ പറയുമോ മാനസ? അപ്പോൾ മാനസ ചോദിക്കുന്നത്, എന്താ ഭാവന, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? നീയും എന്നെ സംശയത്തോടു കൂടിയാണോ കാണുന്നത്? എന്റെ ജീവിതം ഇവിടെ തീർന്നു, അതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കാണുന്നതൊക്കെ. അവസാനം ആർക്കും വേണ്ടാത്തവളായി മാറി തീരാനായിരിക്കും എന്റെ വിധി. ഇപ്പോൾ ഭാവനക്കും സൂര്യക്കും ആന്റിക്കും അങ്കിളിനും എല്ലാവർക്കും എന്നെ സംശയം തോന്നിയില്ലേ? ഇനി അതൊന്നും കൂടി ബലപ്പെടുത്തുക എന്നുള്ളതാണ് സുനിലിന്റെ ലക്ഷ്യം. അവനിപ്പോൾ പകുതി വിജയിച്ചു കഴിഞ്ഞു. അവസാനം നിങ്ങൾക്കെല്ലാവരും എന്നെ വേണ്ടാതെ ഈ വീട്ടിൽ നിന്നും ഒരു ഇറക്കിവിടുന്ന നിമിഷം വരും. അത് കാണാൻ വേണ്ടിയിട്ടാണ് അവൻ കാത്തിരിക്കുന്നത്. എന്തിനാണ് അവൻ എന്നെ ഇങ്ങനെ ടോർച്ച് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഭാവന എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് അറിയാം കേട്ടോ. എല്ലാം കേട്ട് ദേഷ്യത്തോടെ അടക്കി പിടിച്ച് നിൽക്കുകയാണ് ഭാവന.